അസർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്കയാണ്. മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ പുറത്ത് മോദി വിരുദ്ധതയും അകത്ത് മോദി സ്നേഹവും കാണിച്ചാണ് ഇതുവരെ പിടിച്ചു നിന്നത്. CPM-നെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ തകർത്ത് കേരളത്തിൽ പതിയെ പതിയെ BJP-ക്ക് കിളിച്ചു പിടിക്കാം, ദേശീയ തലത്തിൽ അത് BJP-ക്ക് ഗുണകരമാകും എന്ന BJP ദേശീയ നയം തിരുത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രൊഫഷണലിനെ ഇങ്ങോട്ട് അയക്കുകയും ഒരു പ്രൊഫഷണൽ മുഖത്തിനൊപ്പം ന്യൂനപക്ഷ പിന്തുണയും ഉറപ്പാക്കാനുള്ള നയപരിപാടികൾ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ BJP എടുത്ത ഏറ്റവും തന്ത്രപരമായ നീക്കം CPM-നെ തച്ചുടച്ച് മാത്രമേ BJP-ക്ക് കേരളത്തിൽ വളരാൻ കഴിയൂ എന്ന നയമാറ്റമാണ്. ആ നയമാറ്റത്തിൻ്റെ ഭാഗം കൂടിയാവാം പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന നയം കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാവാം ഷോൺ ജോർജിൻ്റെ പോരാട്ടം ഏതാണ്ട് വിജയത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഏത് നിമിഷവും വീണയെ അറസ്റ്റ് ചെയ്തേക്കും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഡൽഹി വൃത്തങ്ങൾ നൽകുന്നത്. 10 വർഷം വരെ തടവ് കിട്ടാവുന്ന ജാമ്യമില്ലാത്ത കുറ്റമാണ് വീണ വിജയനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതു വലിയ നിരീശ്വരവാദിയും അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, അവൻ്റെ ജീവിതത്തിന് അവസാന കാലത്ത് ദൈവത്തിലേക്ക് തിരിയുമെന്നത് നമ്മുടെയൊക്കെ അനുഭവമാണ്. കുറി തൊട്ടവരെ കണ്ടാൽ ഭയം വരും എന്ന് പറഞ്ഞ് വിശ്വാസത്തെ അധിക്ഷേപിച്ചിരുന്ന ഒരാളായിരുന്നു എഴുത്തുകാരൻ M. മുകുന്ദൻ. അദ്ദേഹം ഇപ്പോൾ കടുത്ത ഭക്തനാണ്. ഗുരുവായൂർ അമ്പലത്തിൽ പോയി നേർച്ചയൊക്കെ നേർന്നുകൊണ്ട് ജീവിതം ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇത്തരത്തിലുള്ള മാറ്റം എല്ലാവർക്കും ഉണ്ടാവും. കടുത്ത നിരീശ്വരവാദിയായ വിശ്വാസത്തിനെതിരെ നിൽക്കുന്ന പിണറായിയുടെ മകളും ഭാര്യയും ഒടുവിൽ അഭയം തേടിയത് പരമശിവന്റെ മുമ്പിലാണ്. തൃക്കണ്ണു തുറന്നാൽ ശത്രുക്കളെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള സാക്ഷാൽ പരമശിവന് മുമ്പിൽ. കഴിഞ്ഞ ദിവസം പിണറായിയുടെ ഭാര്യയും മകളും പോലീസ് അകമ്പടിയോടെ തഞ്ചാവൂരിലെ ബൃഹദേശ്വരി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് മടങ്ങുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുക. മറുനാടനിലെ മുൻ മാധ്യമ പ്രവർത്തകയും ഓൺ എയർ എന്ന ഞങ്ങളുടെ ചാനലിൽ ഇപ്പോഴും സറ്റയർ പ്രോഗ്രാം ചെയ്യുന്ന ആളുമായ ശീതളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ശീതൾ തൻ്റെ കുടുംബസമേതം തഞ്ചാവൂരിലേക്ക് ഒരു യാത്ര പോയപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ യാദൃച്ഛികമായാണ് ആ ക്യാമറയിൽ പിണറായി വിജയൻ്റെ മകളും ഭാര്യയും ഭഗവാനെ തൊഴുതിട്ട് മടങ്ങി വരുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത്. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ ആളുകൾ ചോദിക്കും, തഞ്ചാവൂർ പോകുന്നത് മതവും ജാതിയും ഒന്നുമില്ലാതെ മനുഷ്യരല്ലേ, അവർ തൊഴാൻ പോകുന്നതാണോ, ആ ചരിത്ര സ്മാരകം സന്ദർശിക്കാൻ പോകുന്നതല്ലേ എന്ന്. അത്രയ്ക്കും വലിയൊരു ചരിത്ര സ്മാരകമാണ് തഞ്ചാവൂരിലെ ബൃഹദേശ്വരി ക്ഷേത്രം. ചോള രാജാക്കന്മാരുടെ കാലത്ത് പണിതതാണ്. ആ ക്ഷേത്രത്തിൻ്റെ 1000 വർഷാഘോഷം ഒരു 10 പതിറ്റാണ്ട് മുമ്പ് പൂർത്തിയായിരുന്നു. AD 1003 മുതൽ 1010 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു തമിഴ് പാരമ്പര്യവും തമിഴ് ആത്മീയതയും ഒക്കെ ഇന്നും പ്രതിഫലിപ്പിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായത്. പൂർത്തിയായി എന്ന് പറയാൻ കഴിയില്ല. 11-ാം നൂറ്റാണ്ടിൽ ആദ്യഘട്ടം പൂർത്തിയായ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ചുറ്റുമതിൽ പൂർത്തിയാകുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. ഭാരതീയ ക്ഷേത്ര പാരമ്പര്യത്തിൻ്റെയും വാസ്തുശില്പത്തിൻ്റെയും ഒക്കെ മഹനീയമായ കാഴ്ചയാണ് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ നമ്മൾ കാണുന്നത്. ആധുനിക നാഗരിക സംസ്കാരം ലോകത്തെ പിടിമുറുക്കുമ്പോൾ ഭാരതം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ 1000 വർഷത്തിലധികം നീണ്ട ചരിത്രത്തിൻ്റെ അടയാളമാണ് തഞ്ചാവൂർ ക്ഷേത്രം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തഞ്ചാവൂർ ക്ഷേത്രം കാണാതിരിക്കുന്നത് ഏറ്റവും വലിയ നഷ്ടമാണെന്ന് വിശ്വസിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ. ആ സാധാരണമായ വാസ്തുനിർമ്മാണത്തിൻ്റെ പരിസര പ്രദേശത്തു കൂടി നടക്കുക എന്ന് പറയുന്നത് പോലും ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ചോദ്യമുണ്ടാവും, ആ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി എത്തിയതാവില്ലേ മുഖ്യമന്ത്രിയുടെ മകളെന്ന്? സ്വാഭാവികമായ ചോദ്യമാണ്. അവിടേക്ക് എല്ലാവരും എത്താറുണ്ട്.
മറ്റു മതങ്ങളുടെ പണ്ഡിതന്മാർ പോലും എത്താറുണ്ട്. ഒരു നിയന്ത്രണവും മതത്തിൻ്റെയോ ജാതിയുടെ അടിസ്ഥാനത്തിലില്ല. അതുകൊണ്ട് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നവരൊക്കെ ഭക്തരാണെന്നോ ഭഗവാന്റെ മുമ്പിൽ അഭയം തേടിയതാണെന്നോ ഒന്നും ആരും കരുതരുത്. അതുതന്നെയാണ് സൈബർ സഖാക്കൾ ഇപ്പോൾ വീണ വിജയനെ ന്യായീകരിക്കാൻ ഉന്നയിക്കുന്ന വാദങ്ങൾ. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ശീതളിനോട് ഞാൻ ഇതിൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ ഇന്ന് രാവിലെ സംസാരിക്കുകയുണ്ടായി. ശീതൾ പറഞ്ഞത് ആ ക്ഷേത്ര പരിസരം മുഴുവൻ സഞ്ചാരികളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഭക്തർ മാത്രമാണ് വീണ വിജയൻ ഇറങ്ങി വന്ന ഭാഗത്തേക്ക് പോകുന്നത്. അത് ശ്രീകോവിലാണ്. ശ്രീകോവിലിൽ പൂജ നടക്കുകയാണ്. പൂജയിൽ പങ്കെടുത്താൽ മാത്രമേ കുറി തൊട്ടിറങ്ങി വരാൻ കഴിയൂ. കുറി തൊട്ടാണ് ഇറങ്ങി വന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഭഗവാന് മുമ്പിൽ തൊഴുത് മണിയടിച്ച് കുറി തൊട്ടാണ് ഇറങ്ങി വന്നത്. ഏതാണ്ട് അരമണിക്കൂറോളം വീണ വിജയൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്ന് വീണ വിജയൻ പിന്നീട് സെൽഫി എടുക്കുന്ന ദൃശ്യങ്ങളുണ്ട്. സെൽഫി എടുക്കുന്നതിന് മുൻപ് ആ കുറി തുടച്ചു കളഞ്ഞു. കാരണം സോഷ്യൽ മീഡിയയിൽ മറ്റും ഇടുമ്പോൾ ആളുകൾ കുറി കണ്ടാൽ പരിഹസിക്കാൻ സാധ്യതയുണ്ടല്ലോ, സംഘി എന്ന് വിളിക്കാൻ സാധ്യതയുണ്ടല്ലോ. കുറി തുടച്ചു കളഞ്ഞിട്ടാണ് പിന്നീട് സെൽഫി എടുത്തത്. തഞ്ചാവൂർ ക്ഷേത്രാങ്കണത്തിൽ പോകുന്നതോ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണുന്നതോ ഒന്നുമല്ല പ്രശ്നം. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് ഭക്തിയുള്ളവർക്ക് മാത്രം കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇത്രയേറെ പ്രാധാന്യത്തോടെ ചർച്ചയാവുന്നത്. വീണ വിജയന് ക്ഷേത്രത്തിൽ പോകാൻ ഒരു വിലക്കുമില്ല. വീണ വിജയൻ ക്ഷേത്രത്തിൽ പോകുന്നതിനെ വിമർശിക്കാൻ ആർക്കും അധികാരവുമില്ല. എന്നാൽ അധികാരത്തിൻ്റെ ഹുങ്കിൽ, അധികാരത്തിൻ്റെ ധാർഷ്ട്യത്തിൽ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അധികാരം സംരക്ഷിക്കും, പണം സംരക്ഷിക്കുമെന്ന് പറയുന്നവർ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തുമ്പോൾ, ജയിലിലാവുന്ന സാഹചര്യമെത്തുമ്പോൾ, ഭഗവാന്റെ മുമ്പിൽ വന്ന് നിലവിളിക്കുന്നത് കാണുമ്പോൾ, ഭഗവാനെ രക്ഷിക്കണമെന്ന് പറയുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും വിശ്വാസികൾക്ക് ഒരു സങ്കടം വരും. ആ സങ്കടത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അതെ, എല്ലാ മനുഷ്യനും ഒടുവിൽ ദൈവസന്നിധിയിലെത്തും എന്നുള്ളതിൻ്റെ സൂചനയായി മാറുകയാണ് ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന കാഴ്ച. അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏലസ് കെട്ടിയിരുന്നു. ആ ഏലസ് ആരും കാണാതിരിക്കാൻ കക്ഷത്തിന് താഴെ ഉരത്തിലാണ് കിട്ടിയിരുന്നത് എന്ന് ഒരു പ്രസംഗത്തിലൂടെ തെളിഞ്ഞതാണ്. അതൊക്കെ പ്രമേഹ രോഗത്തെ മറികടക്കാനുള്ള യന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചെങ്കിലും കോടിയേരി അറിയാവുന്നവർക്കറിയാം, അദ്ദേഹത്തിന് വീട്ടിൽ പോലും പൂജ നടക്കുമായിരുന്നു. ഇ.പി. ജയരാജൻ ക്ഷേത്രത്തിൽ പോകുന്നത് പുതിയ കാര്യമൊന്നുമല്ല. അങ്ങനെയൊക്കെ പോകുന്നതിനൊരു തെറ്റുമില്ല. പക്ഷേ ഈ വിശ്വാസം തള്ളിപ്പറയുക, ഇത് മറച്ചു വയ്ക്കുക, പൂജ നടത്തുന്നത് അന്ധവിശ്വാസമാണെന്ന് പറയുക, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് പരിഹസിക്കുന്ന തരത്തിൽ അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കുക, ഇതൊക്കെയാണ് അപലപിക്കപ്പെടേണ്ടതും പ്രതിഷേധിക്കപ്പെടേണ്ടതും. അല്ലാതെ വീണ വിജയൻ ക്ഷേത്രത്തിൽ പോയതിൻ്റെ പേരിലല്ല. വീണ വിജയൻ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഏതു നിമിഷവും ജയിലിലാകാവുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ വീണ വിജയന് അഭയം തേടാൻ ഭഗവാൻ മാത്രമായി ബാക്കി എന്നത് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്.